കാണിച്ചു തരാം. അപ്പോൾ അത് ഫസ്റ്റ് സെർച്ച് ചെയ്യേണ്ടത് CF ഔട്ടോ റൂട്ട് എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. CF ഔട്ടോ റൂട്ട്. ഫസ്റ്റ് കാണുന്നതാണ് സെലക്ട് ചെയ്യുക. വാണിംഗ് ഒക്കെ തന്നിട്ടുണ്ട്, ഫുള്ള് വായിച്ച് നോക്കുക, എന്നിട്ട് മാത്രം ഫയൽ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. സ്വന്തം ഗ്യാരണ്ടിയിൽ ചെയ്യുക എന്നാണ് പറയാം. അപ്പോൾ ഇതിൽ നിങ്ങളുടെ ഫയൽ ഏതാണെന്ന് നോക്കിയിട്ട് സെലക്ട് ചെയ്യുക. എൻ്റെ 9005 ആണ് സാംസങ് ഗാലക്സി നോട്ട് 3. അപ്പോൾ ഞാൻ അത് സെലക്ട് ചെയ്യട്ടെ. എൻ്റെ ഫയൽ കണ്ടിട്ടുണ്ട്, ഇതാണ് എൻ്റെ ഫയൽ. N900F നോട്ട് 3 ആണ്. അപ്പോൾ ഞാൻ ആ ഫയൽ ഡൗൺലോഡ് ചെയ്യാൻ പോവാം. ഓക്കെ, ഉണ്ടോ? അതായത് ഇതൊന്ന് വായിച്ചു നോക്കിയിട്ട് വേണം ചെയ്യാൻ. എൻ്റെ നോ വാറണ്ടി, യൂസ് അറ്റ് യുവർ ഓൺ റിസ്ക്. അത് മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ. പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, എന്നാലും ഞാനും ഗ്യാരണ്ടി ഒന്നും തരില്ല. നിങ്ങൾ ചെയ്ത് നോക്കണമെന്ന് ഞാൻ പറയില്ല. റൂട്ട് വേണം എന്നുള്ളവർക്ക് ടെസ്റ്റ് ചെയ്യാം, സ്വന്തം റിസ്കിൽ ടെസ്റ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാം ഫ്ലാഷ് ഫയൽ. സൈറ്റ് ഓപ്പൺ ആവുന്നില്ല, എന്താണെന്ന് അറിയില്ല. ഒന്നുകൂടെ ബാക്ക് അടിച്ചിട്ട് നോക്കാം. അല്ല, സോറി കേട്ടോ, ഫ്ലാഷ് ഫയൽ അല്ല, ഡൗൺലോഡ് ഫയൽ എന്നുള്ള ഇവിടെ ഉണ്ട്. ഡൗൺലോഡ്, അത് ക്ലിക്ക് ചെയ്താൽ മതി. എൻ്റെ ഇൻ്റർനെറ്റ് ഡൗൺലോഡ് മാനേജർ ഉണ്ട്, അപ്പം ഞാൻ അതിൽ നിന്ന് ഡൗൺലോഡ്, അപ്പോൾ നല്ല ഫാസ്റ്റിൽ ഡൗൺലോഡ് ആകും. അധികം സൈസ് ഇല്ല ഫയല്, ഒരു 25 MB ഉള്ളൂ. അത് ഡൗൺലോഡ് ആയതിനു ശേഷം പിന്നെ എന്താ ചെയ്യേണ്ടത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിൽ തന്നെ ഉണ്ടാവും ഫ്ലാഷ് ചെയ്യാനുള്ള ടൂളൊക്കെ അതിലുണ്ടാവും. ഒഡിനാണ്, ഒഡിൻ. എനിക്കുള്ളത് സിമ്പിളായിട്ട് തന്നെ മനസ്സിലാവും. അപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്തിട്ട് ഫയൽ നോക്കാം. പിന്നെ ഒഡിൻ എന്നുള്ള ഫയൽ. അപ്പം നമ്മൾ ഇത് ഡെസ്ക്ടോപ്പിലേക്ക് ഒരു ഫോൾഡർ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഇതൊന്ന് എക്സ്ട്രാക്റ്റ് ചെയ്യാം. ഞാൻ ഇങ്ങനെ വലിച്ചിട്ട് ഇതിലേക്ക് ഇടുന്ന ആയിട്ടുണ്ടോ. ഇതിൽ തന്നെ ടൂളുണ്ട്. ഒഡിൻ എന്നുള്ളത് നമുക്ക് ഫ്ലാഷ് ചെയ്യാനുള്ള ടൂളാണ്. ഇത് നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇനി ഞാൻ എൻ്റെ നോട്ട് 3 എടുത്തിട്ട് സെറ്റാക്കാം. ഇതാ നോട്ട് 3. അപ്പോൾ ഇതിലേക്ക് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇത് ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു വോളിയം ബട്ടൺ ഉണ്ട്, പവർ ബട്ടൺ ഉണ്ട്. അപ്പം മെയിനായിട്ട് എന്ന് വെച്ചാൽ നമ്മൾ റീകവറി മോഡ് ആക്കണം ഫസ്റ്റ്. അപ്പോൾ അതിന് വോളിയം ഡൗൺ ബട്ടൺ, ഹോം ബട്ടൺ, പവർ ബട്ടൺ മൂന്നും കൂടെ ഒരുമിച്ച് പ്രസ് ചെയ്ത് പിടിക്കുക. റീകവറി മോഡ് ആവുന്നിടം വരെ പ്രസ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് ആ പവർ കീ റിലീസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരും. അപ്പോൾ നമ്മൾ കണ്ടിന്യൂ ഉള്ളതിന് പ്രസ് ചെയ്യുന്നതിന് നമ്മൾ വോളിയം അപ്പ് സെലക്ട് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ വോളിയം അപ്പ് ബട്ടൺ പ്രസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ റീകവറി മോഡായിട്ടുണ്ട്. ഇനി നമ്മൾ കേബിൾ ഉപയോഗിച്ച് ഇത് കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യാം. ഞാൻ എററൊന്നും വരാതെ നല്ലൊരു ഹൈ ക്വാളിറ്റി കേബിൾ ഉപയോഗിച്ച് കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കമ്പ്യൂട്ടറിൽ ഒഡിൻ ഓപ്പൺ ചെയ്യാം. ഫസ്റ്റ് നമ്മുടെ ഫോൺ ഇതിലേക്ക് ആഡ് ആയിട്ടുണ്ട്. കണ്ടോ, ഫോൺ ആഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെലക്ട് ചെയ്യേണ്ട AP എന്നുള്ള ഓപ്പൺ ചെയ്തതിന് ശേഷം ഡെസ്ക്ടോപ്പ് 6. അപ്പോൾ അത് ഓട്ടോമാറ്റിക് സെലക്ട് ആയിട്ടുണ്ട്. കണ്ടോ, CF ഔട്ടോ റൂട്ട് ഫയൽ ഓപ്പൺ ആയിട്ടുണ്ട്. കണ്ടോ, ഫയലെല്ലാം ആഡ് ആയിട്ടുണ്ട്. ഇനി കണ്ടോ, സ്റ്റാർട്ട് കൊടുക്കുക. അപ്പോഴേക്കും ഇവിടെ നിങ്ങളുടെ ഫയലൊന്നും ഡിലീറ്റ് ആയി പോവില്ല. നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല, നിങ്ങളുടെ ഫയൽസ് ഒന്നും ഡിലീറ്റ് ആയി പോവില്ല. ഓക്കെ, ഇനി ഞാൻ സ്റ്റാർട്ട് കൊടുക്കാൻ പോവാണ്. റീസെറ്റ് അവിടുത്തെ ഫോണിൽ നോക്കിയിട്ട് വീഡിയോ എടുത്തിട്ട് ഒന്നുകൂടെ ഫയൽ ആഡ് ചെയ്യുക. ഓക്കെ, ഞാൻ സ്റ്റാർട്ട് കൊടുക്കുന്ന. ഓക്കെ, അത് ഇൻസ്റ്റാൾ ആവുന്നുണ്ട്, ഫോണിൽ ഇൻസ്റ്റാൾ ആവുന്നുണ്ട്. എന്താ
ഇൻസ്റ്റാളേഷൻ സക്സസ് ആയിട്ടുണ്ട്. എല്ലാം കഴിഞ്ഞു. നമ്മുടെ റൂട്ട് ആവുന്നുണ്ട് നമ്മുടെ ഫോണ്. ഓക്കെ, റീസ്റ്റാർട്ടായി. ഇനി ഇതിൻ്റെ ആവശ്യമില്ല, എല്ലാം സക്സസ് ആയിട്ടുണ്ട്. നമ്മുടെ ഫോൺ ഇനി ഓപ്പൺ ആയിട്ട് വരും. ഇങ്ങനെ റൂട്ട് ചെക്കൊക്കെ നമുക്ക് ചെയ്യാം. കയ്യിൽ വീഡിയോ എടുക്കുന്ന ഫോൺ പിടിച്ചിട്ട് കൈ കഴിയും. കുറേ വർക്കെല്ലാം കഴിഞ്ഞിട്ടിരിക്കുന്ന കാരണം എന്തോ ഒരു ഉഷാറില്ല. ഞാനിത് റൂട്ട് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ മറ്റേ ഡോൾബി അറ്റ്മോസ് എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മ്യൂസിക്കിൻ്റെ. അത് നിങ്ങൾക്കും ഞാൻ പറഞ്ഞുതരാം അങ്ങനെ ചെയ്യേണ്ടത്. ഫിനിഷ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഡാറ്റാസൊക്കെ അങ്ങനെ തന്നെ ഉണ്ട്. ഡാറ്റാസൊക്കെ അങ്ങനെ തന്നെ ഉണ്ട്. വാട്സാപ്പിൽ മെസ്സേജൊക്കെ അതുപോലെ ഉണ്ട്. ഒന്നും ഡിലീറ്റ് ആയിട്ടില്ല, ഫോർമാറ്റൊന്നും ആയിട്ടില്ല. എല്ലാം അതിൽ തന്നെ ഉണ്ട്. ഫുള്ള് കഴിഞ്ഞപ്പോൾ പാസ് എന്നിട്ട് ഒന്നുണ്ട് ഗ്രീൻ കളറിൽ. ഇപ്പോൾ ഫുള്ള് പാസ്സായിട്ടുണ്ട്. പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പം അവർ ഗ്യാരണ്ടി പറയുന്നില്ല, പക്ഷെ എന്നാലും കുഴപ്പമില്ല. ഞാനും ഗ്യാരണ്ടി പറയുന്നില്ല കേട്ടോ. ഓക്കെ, നിങ്ങൾ ഫയൽ ഡൗൺലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഫോണിൻ്റെ സെറ്റിങ്സിൽ പോയിട്ട് കറക്റ്റ് അതിൻ്റെ മോഡൽ നമ്പറും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അത് ഇപ്പോൾ ഒരു മോഡൽ തന്നെ ഇപ്പോൾ 900F 900N 900D അങ്ങനെ, ഞാനിപ്പോൾ ഉദാഹരണം പറഞ്ഞിട്ടോ, അങ്ങനെ ഉണ്ടാവില്ല. അങ്ങനെ കുറേ നമ്പറിൽ ഉണ്ടാവും പല രാജ്യങ്ങളുടെ കൺട്രികളുടെ. അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് നിങ്ങളുടെ ഏതാണെന്ന് നോക്കിയതിന് ശേഷം മാത്രം ഫ്ലാഷ് ചെയ്യുക. ഓക്കെ, ഞാൻ റൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. റൂട്ട് അപ്പോൾ ഞാൻ ഡോൾബി അറ്റ്മോസ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് സിസ്റ്റം ആപ്പാണ് കേട്ടോ. അത് ഡിസേബിളേ പറ്റുള്ളൂ, അൺഇൻസ്റ്റാൾ ആവില്ല. ഞാൻ ചെയ്തിട്ടുണ്ട്. സംഭവം ഇതാണ്. ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു റൂട്ട് ചെയ്തത് തന്നെ. അപ്പോൾ അതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുന്നത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പോൾ വേറെ സംഭവം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് റൂട്ട് ചെയ്താലുണ്ട് സൂപ്പർ സൂ കിട്ടും. അത് ഫസ്റ്റ് ആക്ടിവേഷൻ ചെയ്യണം. അതിന് ശേഷം സെറ്റിങ്സ് എടുക്കുക, പിന്നെ പ്രോ സെലക്ട് ചെയ്ത് കൊടുക്കുക, എനേബിൾ പ്രോ അത് ടിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ബാക്കി ടിക്കെല്ലാം ഓൾറെഡി ഉണ്ടാവും. ഇല്ലെന്നുണ്ടെങ്കിൽ നോക്കിക്കോ, എന്നിട്ട് ഇല്ലാത്ത ടിക്ക് ഇട്ട് കൊടുത്താൽ മതി. ഞാൻ കുറേ വായിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, പിന്നെ പ്രശ്നമില്ല. പിന്നെ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴും അത് ഗ്രാൻഡ് ആവും. അതിപ്പോൾ ഞാൻ ഒരു ആപ്ലിക്കേഷനെ റൂട്ടഡ് ചെയ്തിട്ടുള്ളതുണ്ട്, വൈപ്പർ ആൻഡ്രോയിഡ് എക്സ് എന്ന് പറയുന്നത്. ഇതാണ് വൈപ്പർ. സംഭവം ഒരു സൂപ്പർ എന്ന് പറഞ്ഞാൽ ഇതിനെ പറ്റിയിട്ട് പറയാൻ വാക്കുകളില്ല. അമ്മാതിരി സാധനം ഇത്, മ്യൂസിക് കേൾക്കാൻ വേണ്ടിയിട്ടുള്ളത്. എക്വലൈസറും ഇത് ഞാൻ സെറ്റ് ചെയ്തിട്ടേക്കുന്നത് എൻ്റെ സെറ്റപ്പിൽ. പിന്നെ ബാസും ട്രിപ്പിളും എല്ലാ ഐറ്റംസും ഉണ്ട്. ഇതൊക്കെ ഞാൻ സെറ്റ് ചെയ്തേക്കാൻ ഫുള്ളാക്കിയിട്ട് നിങ്ങൾക്ക് നോക്കിയാൽ മതി. ഞാൻ പറഞ്ഞുതരാം വ്യക്തമായിട്ട് അടുത്ത വീഡിയോയിൽ. ഇത്രയേ ഉള്ളൂ റൂട്ടിങ്ങിൻ്റെ കാര്യം. ഓക്കെ, അപ്പോൾ ഫോൺ റൂട്ട് ആകുമ്പോഴേക്കും ഇതാണ് സൂപ്പർ സൂ ഓട്ടോമാറ്റിക് ഓപ്പൺ ആവും. സൂപ്പർ സൂ പ്രോ വെർഷനാണ്. ഓക്കെ.